സിറാജ് ലൈവിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് സൂചന ലഭിച്ചതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ. 1960 സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാണ് ഇതിൽ ഏറ്റവും ശക്തമായ നടപടി. ഇത് പാകിസ്ഥാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ജലസേചനം, ഊർജോൽപാദനം, ഭക്ഷ്യസുരക്ഷ, സാമ്പത്തിക സ്ഥിരത തുടങ്ങി വിവിധ മേഖലകളിൽ ഇത് വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കും. പ്രധാനമായും ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ജലസേചന പ്രതിസന്ധിയാണ്. പാകിസ്ഥാനിലെ കൃഷി പ്രധാനമായും സിന്ധു നദീജലത്തിലെ ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സിന്ധു ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളാണ് ഈ മേഖലയിലെ ജലസേചനത്തിൻ്റെ പ്രധാന സ്രോതസ്സുകൾ. ഇതിൽ രവി, ബിയാസ്, സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കാണ്. പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം, ചിനാബ് എന്നിവയുടെ ജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് 1960 കരാർ നിലനിന്നിരുന്നത്. കരാർ റദ്ദാക്കുന്നതോടെ പടിഞ്ഞാറൻ നദികളിലെ ജലത്തിൻ്റെ ഒഴുക്ക് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് തുടങ്ങിയ പ്രധാന കാർഷിക മേഖലകളിൽ ജലക്ഷാമത്തിന് കാരണമാകും. ജലസേചനത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വരുന്നത് വിളകളുടെ ഉൽപാദനത്തെ കാര്യമായി ബാധിക്കും. ഇത് ഭക്ഷ്യക്ഷാമത്തിനും കർഷകരുടെ വരുമാന നഷ്ടത്തിനും ഇടയാക്കും. മറ്റൊരു പ്രശ്നം ഊർജ പ്രതിസന്ധിയാണ്. സിന്ധു നദീജലത്തിലെ ജലം ഉപയോഗിച്ച് പാകിസ്ഥാൻ നിരവധി ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കരാർ റദ്ദാക്കുകയും ജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചെയ്താൽ ഈ പദ്ധതികളുടെ പ്രവർത്തനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ജലവൈദ്യുതി ഉൽപാദനം കുറയുന്നത് രാജ്യത്തെ ഊർജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കും. ഇത് വ്യവസായങ്ങളെയും ഗാർഹിക ഉപഭോക്താക്കളെയും ഒരുപോലെ ബാധിക്കും. ഭക്ഷ്യസുരക്ഷാ ഭീഷണിക്കും കരാർ റദ്ദാക്കുന്നതിന് കാരണമാകും. ജലസേചനം തടസ്സപ്പെടുന്നത് കാർഷികോൽപാദനത്തെ ഗണ്യമായി കുറയ്ക്കും. ഗോതമ്പ്, നെല്ല്, പരുത്തി തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനം കുറയുന്നത് രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുറയുകയും വില വർദ്ധിക്കുകയും ചെയ്യുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുകയും ചെയ്യും. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുവഴി പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നം. കൃഷി, ജലവൈദ്യുതി തുടങ്ങിയ പ്രധാന മേഖലകൾ തകർച്ചയെ നേരിടുന്നത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. കാർഷികോൽപാദനം കുറയുന്നത് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുകയും വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഊർജ പ്രതിസന്ധി വ്യവസായങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം പാകിസ്ഥാന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരതയെയും വികസനത്തെയും ദോഷകരമായി ബാധിക്കും. അന്താരാഷ്ട്ര തലത്തിലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും പാകിസ്ഥാന്. ജലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ 1960 സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന് വിവിധ തലങ്ങളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ജലസേചനം, ഊർജം, ഭക്ഷ്യസുരക്ഷ, സമ്പദ് വ്യവസ്ഥ എന്നിവയെല്ലാം ഇതിൻ്റെ ദുരിത ഫലങ്ങൾ അനുഭവിക്കും. ഇത് പാകിസ്ഥാന്റെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.